IPL-മായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഡൽഹി മുംബൈ ടീമുകളുമായി ബന്ധപ്പെട്ടതാണ്. ഡൽഹിയിൽ നിന്നും ഇത്തവണ പിന്മാറിയ ഹാരി ബ്രൂക്കിന്റെ പകരക്കാരനായി ശ്രീലങ്കൻ താരം ദർശൻ ഷനഗിയെ ഡൽഹി ടീമിലെത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഒഫീഷ്യലായി റീപ്ലേസ്മെന്റ് ടീം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഷനഗി ഇപ്പോൾ ഡൽഹി ടീമിനൊപ്പം പ്രാക്ടീസ് നടത്തുന്നുണ്ട്. മുംബൈയുടെ കാര്യത്തിലേക്ക് എത്തിയാൽ ഇന്നലെ ക്യാപ്റ്റൻ ഹാർദിക് ടൂർണമെന്റിന് മുൻപ് പ്രസ് മീറ്റിൽ പങ്കെടുത്തിരുന്നു. ആദ്യ മത്സരത്തിൽ വിലക്കുള്ള ഹാർദിക്കിന് പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും മുംബൈയെ നയിക്കുക എന്ന കൺഫർമേഷൻ ഹാർദിക് നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ബുംറയുടെ അവൈലബിലിറ്റിയെ പറ്റി ഒരു ക്ലാരിറ്റിയും MA ടീമിന് ഇല്ല എന്ന് കോച്ച് ജയവർദ്ധന കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസന് ബാറ്റിംഗ് ക്ലിയറൻസ് കഴിഞ്ഞ ആഴ്ച കിട്ടിയിരുന്നുവെങ്കിലും കീപ്പിംഗ് നടത്താനുള്ള ക്ലിയറൻസ് NCL നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ആദ്യ 3 മത്സരത്തിൽ സഞ്ജുവിന് ഒരു ബാറ്ററായി മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ എന്ന കൺഫർമേഷൻ രാജസ്ഥാൻ മാനേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. സഞ്ജുവിന്റെ അഭാവത്തിൽ റിയാൻ പരാഗ് ആയിരിക്കും രാജസ്ഥാനെ ആദ്യ 3 മത്സരത്തിൽ നയിക്കുക. ചിലപ്പോൾ ഇമ്പാക്ട് താരമായി സഞ്ജു കളത്തിൽ വന്നേക്കാൻ സാധ്യതയുണ്ട്. ധ്രുവ് ജൂറലായിരിക്കും ടീമിന്റെ കീപ്പർ. ടീമിനെ സംബന്ധിച്ച് സഞ്ജു കളിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായും ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ബാക്കപ്പുകൾ വളരെ പരിമിതമായിട്ടുള്ള ഒരു ടീമാണ് ഇത്തവണ രാജസ്ഥാൻ.